റോസ്മലയുടെ മുകളിൽ നിന്നും കിട്ടിയ ഒരു എക്സ്ട്രീംലി റെയർ സ്പോട്ടിംഗ് ആണ് ഒരു കൂട്ടം ആനക്കൂട്ടം വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നത്. ആദ്യമായി മിർസ്റ്റിക്ക സ്വാംസ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളീ നിൽക്കുന്ന ചെന്തുർണി വനമേഖലയിലാണ്. നമ്മൾ രാത്രി 12 മണിക്ക് മാക്രോ ഫോട്ടോഗ്രാഫി ഹണ്ടിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് ഈ തവളെ പിടിക്കാനായിട്ട്. ഹലോ, മലയാള മനോരമയും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൊയ്ത്തി സെൻട്രം ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലീഗ് ഓഫ് കൺസർവേഷൻ ഫോട്ടോഗ്രാഫേഴ്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു മൺസൂൺ സമ്മർ ക്യാമ്പിലേക്ക് അവർ ഫോട്ടോ കോൺടെസ്റ്റ് നടത്തിയായിരുന്നു. അതിന് ഞാൻ വേണ്ടി ഈ ഫോട്ടോ അയച്ചു ആൻഡ് ഐ വാസ് ഗോട്ട് സെലക്റ്റഡ്. അപ്പോൾ നമ്മളൊരു 3 days 2 nights സ്റ്റേ അറ്റ് തെന്മല എക്കോ റിസോർട്ടിൻ്റെ പിറകിലുള്ള ചെന്തുർണി ഫോറസ്റ്റ് ട്രെക്കിങ്ങും എല്ലായിട്ട് നമ്മൾ പോവുകയാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകളുമായിട്ട് കാണാം. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഓഫ് MTS. ഐ എം ഡോക്ടർ ഷീബു കൃഷ്ണൻ ആൻഡ് സ്റ്റേ ട്യൂൺസ് ഫോർ സം വൈൽഡ് ലൈഫ് ആൻഡ് നേച്ചർ ഷോട്ട്സ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതേണ്ട കേരള ഫോറസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഓഫീസ് പരുതക്കാട്. ഇവിടെ നിന്നാണ് മലയാള മനോരമയുടെ ബസ്സുള്ളത്. 9:45 ബസ് എത്തും. ഞാനിപ്പോൾ 9:30 നേരത്തെ എത്തിയിട്ടുണ്ട്. നമുക്ക് ബസ്സിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകൾ അവിടുത്തെ കാണാം. ശരിക്കും ഇതുവരെ മാത്രമേ ഞാൻ കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് വ്ളോഗ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. 1-2 വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. പക്ഷേ ഇതേണ്ട ഈ കാണുന്ന 20 പേരുണ്ടല്ലോ, ഇവരായിരുന്നു എൻ്റെ ക്യാമ്പ് പാർട്ട്നേഴ്സ്. ഇവരെ കൂടെ കൂടിയതിന് ശേഷം ആ ഒരു കളിയും തമാശകളുമായിട്ട് പിന്നെ വ്ളോഗിങ്ങിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇതിൽ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അത് നമുക്ക് സ്ഥിരമായിട്ട് പോകാൻ പറ്റുന്നതും എന്നാൽ മറ്റ് ചില സ്ഥലങ്ങളിൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷനിലൂടെ മാത്രം പോകാൻ പറ്റുന്ന റെസ്ട്രിക്റ്റഡ് ഏരിയാസുമുണ്ട്. നമ്മുടെ ഈ ഒരു യാത്രയുടെ നമ്മുടെ ക്യാമ്പ് ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ബാലൻ മാധവൻ സാറാണ്. സാറിന് പുറമെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും ഇൻ്റർനാഷണൽ ലെവൽ കൺസർവേഷൻ ഫോട്ടോഗ്രാഫേഴ്സും എല്ലാം നമുക്ക് കുറേ ക്ലാസ്സുകൾ എടുത്തു തന്നിട്ടുണ്ട്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് അപ്പുറം വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു വലിയ സംഭവത്തിനെ പറ്റി ഒരുപാട് അറിവുകൾ നമുക്ക് ഈ ഒരു ക്യാമ്പിൽ കിട്ടി. കൊല്ലം ചെന്തുർണി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സിൽ തെന്മലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 13 കണ്ണറ പാലം ക്രോസ് ചെയ്ത് റോസ്മലയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അന്യൻ സിനിമയുടെ ക്ലൈമാക്സ് ഓർമ്മയിലെ അതടക്കം ഒരുപാട് സിനിമകളുടെ സ്ഥിരം ലൊക്കേഷനാണ് ഈ 13 കണ്ണറ പാലം. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുര പഞ്ചായത്തിലുള്ള ഒരു ഗ്രാമമാണ് റോസ്മല. ഒരു സൈഡിൽ ആര്യങ്കാവ് ഫോറസ്റ്റ് റേഞ്ചിനും മറ്റൊരു സൈഡിൽ തെന്മല വന്യജീവി സങ്കേതത്തിനും ഇടയിലാണ് റോസ്മല സ്ഥിതി ചെയ്യുന്നത്. ആര്യങ്കാവ് ബസ് സ്റ്റാൻഡിൽ നിന്ന് റോസ്മലയിലേക്ക് KSRTC സർവീസ് ഉണ്ട്. ഇടുങ്ങിയ വഴിയിലൂടെ നമ്മുടെ ഈ ബസ് കടന്നു പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ഓപ്പോസിറ്റ് എന്നൊരു ബസ് വന്നു കഴിഞ്ഞാൽ പെട്ടത് തന്നെ. ഇവിടെ നിന്ന് അങ്ങോട്ട് 10 മിനിറ്റോളം ഏകദേശം ട്രെക്ക് ചെയ്ത് മേളിലോട്ട് കയറുമ്പോഴാണ് റോസ്മലയിലെ വ്യൂ പോയിൻ്റ് എത്തുന്നത്. ആ വ്യൂ പോയിൻറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തെന്മല റിസർവോയറിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി നമ്മുടെ ഈ ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുന്ന പോലെ തോന്നും കേട്ടോ. ഈവനിങ് ടൈമിൽ ഇതിൻ്റെ മുകളിൽ ഒരു കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് നിന്ന് കാണുമ്പോൾ മാത്രമേ ഈ പറയുന്ന ഫീല് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ എത്ര വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാലും ആ ഫീല് നിങ്ങൾക്ക് കിട്ടത്തില്ല. ആ കാണുന്ന തുരുത്തുകൾ ശ്രദ്ധിച്ചോ? അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ബാലൻ സാറാണ് കണ്ടുപിടിച്ചത്. ആ ഒരു തുരുത്തുകളിലൊന്നിൽ ഒരു കൂട്ടം ആനകൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതിൽ 2 ആനക്കുട്ടികളുമുണ്ട്. ഈ റോസ്മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയറാണ്. അതിൻ്റെ ക്രെഡിറ്റ് നമ്മുടെ ബാലൻ സാറിന് തന്നെ ഇരിക്കട്ടെ. അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് തന്നെ നമ്മൾ തിരിച്ചു പശ്ചിമഘട്ട വനമേഖലയിൽ മാത്രം കണ്ടുവരുന്ന മിർസ്റ്റിക്ക ചതുപ്പുകൾ കാണാനായിട്ട്. 1960കളിൽ കേരളത്തിൽ ആദ്യമായി മിർസ്റ്റിക്ക സ്വാംസ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളീ നിൽക്കുന്ന ചെന്തുർണി വനമേഖലയിലാണ്.
എൻ്റെ ഈ പച്ച കളർ ആയതുകൊണ്ട് നല്ല രീതിക്ക് എടുത്തെറിയും. ചേട്ടൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് ഒന്ന് എനിക്ക് സെൻഡ് ചെയ്തേക്കണേ. യൂട്യൂബ് ചെയ്യാറുണ്ട് വല്ലപ്പോഴും. കുറേ ഉടക്കുള്ള അമ്പലമുണ്ട്. എല്ലാമുണ്ട്, എല്ലാത്തിനും വെച്ചിരിക്കുകയാണ്. എല്ലാ ദൈവങ്ങളും വൈൽഡ് ദൈവങ്ങളാണ്. ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ അപർണ പുരുഷോത്തമൻ മാമിൻ്റെ ഒരു ബേർഡ് ഫോട്ടോഗ്രാഫി സെഷനും കഴിഞ്ഞ് നമ്മൾ ഇതേണ്ട ശെന്തുർണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെ ഒരു ബോട്ടിങ്ങിന് വന്നിരിക്കുകയാണ്. പക്ഷേ ബോട്ടിങ് കടുത്ത നിരാശയായിരുന്നു കേട്ടോ. ഒറ്റ സ്പോട്ടിങ് ഇല്ലായിരുന്നു. ഈവൺ ഒരു കാക്കക്കുഞ്ഞിനെ പോലും നമ്മൾ അവിടെയൊന്നും കണ്ടില്ല. അതിൻ്റെ നിരാശ മാറ്റാനായിട്ട് പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് കുറച്ച് തുമ്പിയുടെയും ചിത്രശലഭത്തിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോയത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേണ്ട ഒരു ജംഗിൾ ഫൗൾ തേടി വരികയും ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ച് വേണ്ട റിസോർട്ടിലെത്തി നമ്മൾ രാത്രി 12 മണിക്ക് മാക്രോ ഫോട്ടോഗ്രാഫി ഹണ്ടിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് ഈ തവളയെ പിടിക്കാനായിട്ട്. അവസാനത്തെ ദിവസം രാവിലെ 6 മണിക്ക് നമ്മളൊരു പ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് കലങ്കുന്ന്. അതിഗംഭീരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു സ്ഥലമാണിത്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേക പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് കയറ്റിവിടത്തുള്ളൂ എന്ന് ആദ്യമേ പറയാം. ബസ് ഇറങ്ങിയ പാടെ ഞാൻ നേരെ ഇങ്ങ് നടന്നു. എൻ്റെ കൂടെ വന്നവരൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഞാനിങ്ങ് ഏറ്റവും അറ്റത്തുള്ള ടിപ്പിലെത്തി കുറച്ച് ടൈം ലാപ്സും വീഡിയോസും ലാൻഡ്സ്കേപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ക്യാമറയൊന്ന് വെള്ളത്തിൽ മുക്കിയായിരുന്നു. അടിയിൽ കുറച്ച് മീനുകളൊക്കെ പോകുന്നത് കാണാം. കണ്ടില്ലേ എത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിതെന്ന്. ചപ്പുചവറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥലങ്ങളും ഇത്ര മനോഹരമാക്കി നമുക്ക് മാറ്റാൻ പറ്റും. അതുതന്നെയാണ് ഈ ക്യാമ്പിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കിട്ടിയ ഏറ്റവും വലിയ പാഠവും. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തി ബാഗൊക്കെ പാക്ക് ചെയ്ത് റൂം വെക്കേറ്റ് ചെയ്ത് സെലക്ട് ചെയ്ത ഫോട്ടോസ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ബാലൻ സാറിൻ്റെ അവസാനത്തെ ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇറങ്ങുമ്പം സാർ അവിടെ നിന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് പ്രൈസ് 50,000, സെക്കൻഡ് പ്രൈസ് 30,000 ഒക്കെ ആണെന്ന്. പക്ഷെ നമുക്കുള്ള പ്രൈസ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്യാമ്പിലുള്ളവരോട് യാത്ര പറഞ്ഞ് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള കുറച്ച് പേർ പോകുന്ന വരിയിലൊന്ന് പാലരുവിയിൽ കയറിയതാണ്. ഇതാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത്. ഇത്രയും ദിവസം ഇവരെയൊന്നും കണ്ടതുപോലുമില്ല. എൻ്റെ കുരങ്ങൻ ചേട്ടൻ ഫാമിലിയോടെ വന്ന് പോസ് തരുന്നു. ഫോട്ടോ എടുക്കാനാണെങ്കിൽ ആരുടെയിലും ക്യാമറയില്ല. സന്തോഷമായില്ലേ? അങ്ങനെ പാലരുവിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സ്ലോ മോഷൻ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ നിന്ന് സൈൻ ഓഫ് ചെയ്യുകയാണ്. ഇനി ഞാൻ പറഞ്ഞു തന്ന സമ്മാനം എന്താണെന്ന് പറയാം. 3 ദിവസം 1000-ൽ കൂടുതൽ ചിത്രങ്ങൾ, മനോഹരമായിട്ടുള്ള ക്ലാസുകൾ. പക്ഷേ ഇതിനപ്പുറം ഒരു സമ്മാനം എന്താണെന്ന് പറഞ്ഞാൽ എവിടെ നിന്നോ വന്ന 20 പേർ, 20 സുഹൃത്തുക്കളായ കഥ. This is Dr. Shibu Krishnan signing off with 20 new friends and a lot of memories. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും.